ഞാൻ പത്തനംതിട്ടയിലെ കൊടുമണിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം വിവരിക്കാം. എൻ്റെ വൈഫ് നേരത്തെ തൊട്ടേ യൂട്യൂബിൽ ഇവിടുത്തെ കൃപാസനത്തിലെ വീഡിയോസും എല്ലാം കണ്ട് പ്രാർത്ഥനയിൽ നേരത്തെ മുതലേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. പ്രാർത്ഥനയിലുണ്ടായിരുന്നു അവൾ. അപ്പം 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ കുട്ടികളെ നോക്കാൻ ശ്രമിച്ചിട്ട് കുട്ടികളൊന്നും ആയിരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കുറേ നോക്കി, 1.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടും ഒന്നും ആയില്ല. അതിനുശേഷം ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന എഴുതിയും അതുപോലെ തന്നെ പ്രതീക്ഷണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞങ്ങൾ കുടുംബത്തോടൊപ്പം ചൊല്ലിയും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ. അതിനുശേഷം പിന്നെ ഡോക്ടറെ കണ്ടു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അവൾക്ക് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു. അത് കണ്ടുപിടിച്ചതിന് ശേഷം 2ാമത്തെ മാസം തന്നെ ഞങ്ങൾ പ്രാർത്ഥനയെ സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റായി. അതിനുശേഷം ഞങ്ങൾ വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. അതുപോലെ ഡെലിവറി ടൈമിൽ ഞങ്ങളിതുപോലെ പെയിൻ വന്നിരുന്നില്ല. പെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതിന് ശേഷം ഡോക്ടർ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞ്. പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അവൾക്ക് നോർമലാകാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് ഒപ്പിട്ട് തരണം, മോസ്റ്റ്ലി ഓപ്പറേഷൻ C-സെക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പേടിയായി. കാരണം ഇങ്ങനെ ഒപ്പിട്ട് തരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേടി വന്നു. അങ്ങനെ അന്ന് കേട്ട മാത്രയിൽ തന്നെ ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന എഴുതാൻ തുടങ്ങി. പ്രാർത്ഥന കണ്ടിന്യൂസ് 7 തവണ എഴുതി കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി എന്താവെന്ന് അറിയില്ല. ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ അവിടുന്ന് കൈ കൊണ്ട് കാണിച്ചു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 5 മിനിറ്റിന് ശേഷം ഡോക്ടറും സിസ്റ്ററും കൂടെ അടുത്ത് വന്ന് കുഞ്ഞിനെ കൈ തന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടായില്ല, നോർമൽ തന്നെ ആയിരുന്നു. ഫ്ലൂയിഡ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഉള്ള കോംപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം കൂടി. അതിന് ശേഷം വന്ന് ഞാനിവിടെ ഉടമ്പടി സെപ്റ്റംബർ 9 2023 എടുത്തു. 2023 എടുത്തതിന് ശേഷം എനിക്കതുപോലെ ഇൻ്റർവ്യൂ, ഞാൻ എയർ ഇന്ത്യയിലെ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഒരുപാട് തവണ പുറത്തേക്ക് നോക്കാൻ വേക്കൻസിയൊക്കെ എല്ലാം ട്രൈ ചെയ്തിട്ടും ഒന്നും ശരിയായിരുന്നില്ല. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റ് 5ാമത്തെ മാസം എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ വന്നു. എത്തിഹാദ് എഞ്ചിനീയറിംഗിൽ നിന്ന് ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ പോയത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ അതിനുശേഷം പിന്നീട് 1 മാസത്തോളം ഒന്നും അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 മാസത്തിന് ജൂൺ ആയപ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നു, നിങ്ങൾ സെലക്റ്റായി, ബാക്കി പ്രോസസ്സിങ് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നു. അങ്ങനെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 2023 സെപ്റ്റംബർ 18 എനിക്ക് അബുദാബിയിൽ എത്തിഹാദ് എഞ്ചിനീയറിംഗിൽ ജോലിക്ക് കയറാൻ സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താൽ. പിന്നെ ഞാൻ മുടങ്ങാണ്ട് തന്നെ പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ ഡെയിലി സാക്ഷ്യം കേൾക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നീട് വേറൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. തലയ്ക്കും കാലിലും സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി ആയിരുന്നു നടന്നിരുന്നത്. അറിഞ്ഞ മാത്രമേ, ഞാൻ അന്ന് അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇതുപോലെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പം കൂടാണ്ട് എനിക്ക് അവനെ തരണേ, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമേ, എനിക്ക് നേരിട്ട് ഒന്ന് കാണാൻ പറ്റില്ല, ഞാൻ എന്നാലും തൈലവും ഉപ്പും അതുപോലെ തന്നെ കാശുരൂപവും തേനും എല്ലാം വെച്ചിട്ട് ഞാൻ തലയിലും കാലും അവനെ സങ്കല്പിച്ച് തന്നെ എൻ്റെ ദേഹത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരാഴ്ച സീരിയസ് ഒരു 5 സർജറിയോളം വേണ്ടി വന്നിരുന്നു. അതുപോലെ ഒരുപാട് പൈസ 10-16 ലക്ഷം രൂപയോളം ട്രീറ്റ്മെൻറ്റിനായിട്ട് വേണ്ടി വന്നു. മാതാവിൻ്റെ എല്ലാവരും സഹായത്താൽ പൈസ എല്ലാം സമാഹരിച്ച് ഓപ്പറേഷൻ കുഴപ്പമില്ലാണ്ട് നടന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച അവൻ തിരിച്ച് വീട്ടിലെത്തി. പ്ലാസ്റ്റിക് സർജറി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നു. കാലിന് ചെറിയ ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുണ്ട്. പഴയ പോലെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് പത്രവിതരണം, ആശുപത്രികളിലും രോഗികളായുള്ളവരെയും പോയി കണ്ട് നേരിട്ട് പത്രവിതരണം നടത്തും. അതുപോലെ തന്നെ എല്ലാ മാസവും മുടങ്ങാണ്ട് തന്നെ എല്ലാവർക്കും ഓൺലൈനായിട്ടും രോഗികളായിട്ടുള്ളവർക്കും ആവുന്ന രീതിയിൽ തന്നെ ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ തന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയം 3 മണിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം 3 മണിക്ക് പകരം ഞാനൊരു 2:15 അമ്മയുടെ ഉടമ്പടി കാശുരൂപമായിട്ട് കയ്യിൽ ഇങ്ങനെ ഇരുന്നു. അതെനിക്ക് മാതാവ് തോന്നിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും.
2:15 മുതൽ ഞാൻ ജസ്റ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കാമെന്ന് കരുതി ഓൺലൈൻ കയറിയിരുന്നു. കറക്റ്റ് 3 മണിയെന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ കറക്റ്റ് 2:30 ആയപ്പം പാനലിലുള്ളവരെല്ലാവരും ഓൺലൈനിൽ വന്നു. 2:30 എന്നുള്ളത് വിശുദ്ധ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അമ്മയുടെ ദർശനം ലഭിച്ച അതേ സമയത്ത് തന്നെ എൻ്റെ ഇൻ്റർവ്യൂ ലഭിച്ചു. അത് ആ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ഇതായിരുന്നു. ഉടമ്പടി കാശ് രൂപമായിട്ട് കൈയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂവർ പറഞ്ഞു ഓക്കെ വി ആർ സാറ്റിസ്ഫൈഡ്. അത് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ച അമ്മയുടെ അനുഗ്രഹം തന്നെയാണിത്. അല്ലെങ്കിൽ 3 മണിക്ക് മാത്രം കയറിയിട്ടിരുന്ന ഞാൻ ഒരു കാരണവശാലും 2:30 കയറിയിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ സാക്ഷി പ്രവർത്തനം, പത്രവിതരണം, അതുപോലെ തന്നെ എല്ലാ മാസവും രോഗികളെ എല്ലാവരും പൈസയായിട്ട് എല്ലാ മാസം സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബ്ലഡ് ക്യാൻസർ രോഗമാണ് ഇപ്പം. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനും മാതാവിൻ്റെ സന്നിധിയിൽ എത്രയും വേഗം സാക്ഷ്യപ്പെടുന്ന ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് രോഗം ഭേദമായി കഴിഞ്ഞിട്ട്. പിന്നെ രാവിലെയും വൈകിട്ടും മധ്യസ്ഥ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും മുടങ്ങാണ്ട് തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയേറെ നന്ദിയും സൗഭാഗ്യവും തന്ന മാതാവിനും തിരുമകനും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെ വാരിക്കോരി നിറച്ചളന്ന് മടിയിലിട്ട് നമ്മെ സംതൃപ്തരാക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരുതലാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. ഈ മകൻ്റെ സാക്ഷ്യത്തിൽ തനിക്ക് എങ്ങനെയാണ് സാധാരണ നമ്മൾ കുട്ടികളുമായിട്ട് വന്നിട്ടാണ് സാക്ഷ്യം പറയിക്കുക. എന്നാൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി. അതുപോലെ യൂട്യൂബിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ തൻ്റെ വൈഫാണ് കൂടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുവാനൊക്കെ സാധിച്ചതെന്നാണ് നാം കേട്ടത്. അങ്ങനെ തങ്ങൾക്കൊരു കുട്ടി ലഭിക്കുന്നു. അത് ഡെലിവറിയുടെ സമയത്തുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ്, അതിനുമൊക്കെ ഈ മകൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതാണ് തനിക്ക് അറിയാമായിരുന്നത്. അത് പുസ്തകം നോക്കി എഴുതുമായിരുന്നു എന്നാണ് നാം കേട്ടത്. അപ്പോൾ തന്നെ ഇത് ഓപ്പറേഷൻ കൂടാതെ സക്സസ് ആകില്ല എന്ന് പറഞ്ഞ ഡോക്ടർ പെട്ടെന്ന് തന്നെ വന്ന് കുഞ്ഞിനെ കയ്യിൽ കൊടുക്കുകയാണെന്നാണ് നാം കേട്ടത്. അപ്പോഴെല്ലാം തനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്, എത്രയോ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ പലയിടത്തേക്കും ഒരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് പല നാളുകളായി പരിശ്രമിക്കുന്നു. അതൊന്നും ലഭിച്ചില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തനിക്കൊരു ജോലി സാധ്യതയുണ്ടായി എന്നാണ് പറയുക. അതും അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 ആ സമയത്തിന് ഈ മകൻ്റെ ഇൻ്റർവ്യൂ 3 മണിക്കായിരുന്നെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്നെ ഈ മകൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിലൊക്കെ ഓരോ